ഭൂമിയിലെ ഒരു വലിയ സംസ്കാരം, ദശലക്ഷക്കണക്കിന് മനുഷ്യർ, ഒരു ജനതയുടെ മൊത്തം ചരിത്രം, ഇതെല്ലാം വെറും 90 മിനിറ്റുകൾക്കുള്ളിൽ ചാരമായി മാറുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2026 ഏപ്രിൽ 7 ചൊവ്വാഴ്ച രാത്രി, ലോകം ആ ഭീകരമായ അന്ത്യവിധിക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയായിരുന്നു. ഇന്ന് രാത്രി ഒരു നാഗരികത മരിക്കുമെന്ന് വൈറ്റ് ഹൗസിൽ നിന്നും ഡൊണാൾഡ് ട്രംപിന്റെ വിരലുകൾ ടൈപ്പ് ചെയ്തപ്പോൾ പെർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ B-52 ബോംബറുകൾ ചിറകു വിരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ആ 90 മിനിറ്റുകളിൽ ലോകം കണ്ടത് യുദ്ധമല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ അതിശക്തമായ ഒരു തിരിച്ചുവരവാണ്. പവർ പ്ലാന്റുകൾക്ക് ചുറ്റും കൈകോർത്തു നിന്ന ഇറാനിയൻ വിദ്യാർത്ഥികൾ, വത്തിക്കാനിൽ നിന്നും പോപ്പ് ലിയോ ഉയർത്തിയ ശാസന, ചൈനയുടെ അണിയറയിലെ കരുനീക്കങ്ങൾ, ഒടുവിൽ രാത്രി 11:32 ട്രംപ് ആ റെഡ് ബട്ടണിൽ നിന്നും വിരലെടുത്തു. ഇന്ന് രാത്രി ഒരു നാഗരികത മരിക്കും എന്ന ട്രംപിന്റെ ഭീകരമായ ഭീഷണിയിൽ നിന്നും, മേഖലയാകെ വിറപ്പിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ നിന്നും ലോകം തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ വക്കിൽ നിന്നും സമാധാനത്തിന്റെ തീരത്തേക്ക് നയതന്ത്രം എങ്ങനെയാണ് കപ്പലടുപ്പിച്ചത്? ഇറാൻ പ്രയോഗിച്ച ഹ്യൂമൻ ഷീൽഡ് തന്ത്രം ട്രംപിനെ ഭയപ്പെടുത്തിയോ? നമുക്ക് നോക്കാം. ഈ വർഷം ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് തുടക്കമിട്ടത്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇറാന്റെ സാമ്പത്തിക സിരയായ ഖാർ ദ്വീപിന് നേരെ നടന്ന വ്യോമാക്രമണം സ്ഥിതിഗതികൾ വഷളാക്കി. ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാത്രി 8 മണി എന്ന ഡെഡ് ലൈൻ ട്രംപ് പ്രഖ്യാപിച്ചത്. ഹോർമുസ് കടലെടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നായിരുന്നു ഭീഷണി. ട്രംപിന്റെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് അതൊരു വെറും ഭീഷണി ആയിരുന്നില്ല, മറിച്ചൊരു ജനതയെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന യുദ്ധപ്രഖ്യാപനമായിരുന്നു. ആധുനിക ലോകത്ത് ഒരു രാഷ്ട്രത്തലവനും ഉപയോഗിക്കാത്ത അത്രയും ക്രൂരമായ ഭാഷയിലാണ് ട്രംപ് അന്ന് സംസാരിച്ചത്. ഇതോടെ ലോകം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപലായനങ്ങളും വിലാപങ്ങളുമാണ്. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തി ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന വാർത്ത വന്നതോടെ തെഹ്റാനിലും ഇസ്ഫഹാനിലും പരിഭ്രാന്തി പടർന്നു. പക്ഷേ അവിടെ ഇറാൻ ഭരണകൂടം സ്വീകരിച്ച ഒരു നിലപാട് അമേരിക്കയെ ചിന്തിപ്പിച്ചു. പവർ പ്ലാന്റ് ഡേ, ബ്രിഡ്ജ് ഡേ എന്നീ പേരുകളിൽ വിദ്യാർത്ഥികളോടും കായിക താരങ്ങളോടും ഊർജ്ജ നിലയങ്ങളിലും പ്രധാന പാലങ്ങളിലും ഒത്തുകൂടാൻ ഇറാൻ ആഹ്വാനം ചെയ്തു. ലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ചുറ്റും ഹ്യൂമൻ ഷീൽഡായി നിന്നു. നിങ്ങൾ ഞങ്ങളുടെ പ്ലാന്റുകൾ തകർക്കണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ ശരീരത്തിൽ ബോംബിടണം എന്ന ആ ഒരു സന്ദേശം വൈറ്റ് ഹൗസിനെ സമ്മർദ്ദത്തിലാക്കി. ഒരു വലിയ യുദ്ധക്കുറ്റത്തിന് ട്രംപ് തയ്യാറാകുമോ എന്നതായിരുന്നു അപ്പോഴത്തെ ചോദ്യം. ലോകം ഒരു ആണവ യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കെയാണ് വമ്പൻ ശക്തികളുടെ ഇടപെടലുണ്ടായത്. ഇവിടെ ചൈനയുടെ റോൾ വളരെ നിർണായകമായിരുന്നു. വാഷിംഗ്ടണും തെഹ്റാനും തമ്മിലുള്ള ഹോട്ട് ലൈൻ ചർച്ചകൾക്ക് ചൈന മധ്യസ്ഥത വഹിച്ചു. ഒപ്പം വത്തിക്കാനിൽ നിന്നും പോപ്പ് ലിയോ 14 ശക്തമായ പ്രതികരണം വന്നു. ട്രംപിന്റെ വാക്കുകൾ മനുഷ്യത്വത്തിന് വിരുദ്ധമാണെന്നും ലോകം ഇത് അനുവദിക്കില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തി. ലോകം മുഴുവൻ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് കണ്ടതോടെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് മേൽ കടുത്ത പ്രഷർ ചെലുത്തി. ഒടുവിൽ ഡെഡ് ലൈൻ കഴിഞ്ഞ് 3.5 മണിക്കൂറുകൾക്ക് ശേഷം, അതായത് രാത്രി 11:32 ട്രംപ് തന്റെ സൈന്യത്തിന് വെടിനിർത്തൽ ഉത്തരവ് നൽകി. ഈ യുദ്ധപ്രതിസന്ധിയിൽ അമേരിക്കയെ പിന്നോട്ട് വലിച്ചത് വെറും ഒരു വെടിനിർത്തൽ കരാർ മാത്രമല്ല, മറിച്ച് ലോകത്തെ 2 കരുത്തരായ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടലുകളാണ്. ട്രംപ് തന്റെ മിസൈലുകൾക്ക് ഓർഡർ നൽകാൻ കാത്തിരിക്കുമ്പോൾ ബീജിംഗിലും മോസ്കോയിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്നത് അതീവ രഹസ്യമായ നീക്കങ്ങളായിരുന്നു. ഒന്നാമതായി ചൈനയുടെ നയതന്ത്ര കത്രികപ്പൂട്ടാണ്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് എന്ന നിലയിൽ ചൈനയ്ക്ക് ഈ ഒരു യുദ്ധം വലിയൊരു സാമ്പത്തിക ആഘാതമായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് നേരിട്ടാണ് വിഷയത്തിൽ ഇടപെട്ടത്. വാഷിംഗ്ടണും തെഹ്റാനും തമ്മിൽ സംസാരിക്കാൻ ഒരു പാലമായി ചൈന നിന്നു. എന്നാൽ അതിലുപരിയായി ചൈന നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ ലോക വിപണിയിൽ ഡോളറിന്റെ സ്വാധീനം കുറയ്ക്കാൻ തങ്ങൾ കടുത്ത നടപടികൾ എടുക്കുമെന്നത്. ട്രംപിനെ പോലെ ഒരു ബിസിനസ്സുകാരന് ആ ഭീഷണി അവഗണിക്കാനാവില്ലായിരുന്നു. ഇനി രണ്ടാമതായിട്ട് റഷ്യയുടെ സൈനിക ജാഗ്രതയാണ്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം അല്പം കൂടി കടുപ്പമേറിയതായിരുന്നു. ഇറാന്റെ ആകാശത്ത് തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ S-400, S-500 മിസൈൽ സിസ്റ്റംസ് പോലുള്ളവ റഷ്യ സജ്ജമാക്കി കഴിഞ്ഞിരുന്നു. ഇറാനെ തൊട്ടാൽ അത് റഷ്യയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുമെന്ന് പുടിൻ പരോക്ഷമായി സൂചിപ്പിച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഓരോ ചലനവും റഷ്യൻ സാറ്റലൈറ്റുകൾ നിരീക്ഷിച്ച് ഇറാന് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ചൈനയും റഷ്യയും സംയുക്തമായ ഒരു പ്രസ്താവന ഇറക്കി. ഒരു നാഗരികതയെ നശിപ്പിക്കുന്നത് ലോകം നോക്കി നിൽക്കില്ല. ഇത് വെറും ഒരു വാക്കല്ല, മറിച്ച് അമേരിക്ക ഒറ്റപ്പെടുമെന്ന വലിയൊരു മുന്നറിയിപ്പായിരുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച ആ 10 പോയിന്റ് പീസ് പ്ലാനിന് പിന്നിൽ റഷ്യയുടെയും ചൈനയുടെയും ബുദ്ധിയുണ്ടെന്ന് ഇന്ന് ലോകം വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന് ചൈനയും റഷ്യയും ചേർന്നിട്ട് ഒരു വലിയ തടസ്സമായിരുന്നു ആ രാത്രി കണ്ടത്.
ഈ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ സമയത്ത് ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ഈ രണ്ട് വമ്പൻ ശക്തികളും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ഇനി എന്താണ് ഈ ഒരു വെടിനിർത്തലിന് ആധാരമായത്? ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി മുന്നോട്ട് വെച്ച 10-point പീസ് പ്ലാൻ ട്രംപ് അംഗീകരിക്കുകയായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ പോയിന്റ് ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറന്നു നൽകാമെന്ന ഉറപ്പാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% നിയന്ത്രിക്കുന്ന ഈ പാത തുറന്നതോടെ ആഗോള വിപണി ശാന്തമായി. എണ്ണവിലയിൽ ഒറ്റയടിക്ക് 15% ഇടിവുണ്ടായി. ഇത് ട്രംപിന് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ ഒരു വിജയമായി അവതരിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് രാവിലെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇറാനിലെ തെരുവുകളിൽ ജനങ്ങൾ വിജയാഘോഷത്തിലാണ്. എങ്കിലും ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ കൈകൾ ഇപ്പോഴും ട്രിഗറിലാണ്. നേരിയ പിഴവുണ്ടായാൽ പോലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഈ വെടിനിർത്തലിനോട് താൽക്കാലികമായി സഹകരിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള നിരീക്ഷണം അവർ അവസാനിപ്പിച്ചിട്ടില്ല. വരാനിരിക്കുന്ന വെള്ളിയാഴ്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങും. പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കുന്ന 2 ആഴ്ചകളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളൊക്കെ ലോകത്തിന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഒരൊറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് ലോകത്തെ വിറപ്പിക്കാൻ കഴിയുന്ന ഭരണാധികാരികൾ സമാധാനത്തിന് എത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ അതേസമയം തന്നെ ചൈനയെ പോലെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലുകൾക്ക് അമേരിക്കയെ പോലും തിരുത്തിക്കാൻ സാധിക്കുമെന്നത് പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ്. യുദ്ധം കൊണ്ട് ഒരു നാഗരികതയെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും പരസ്പര സഹകരണമാണ് ഏക പോംവഴിയെന്നും ആ 90 മിനിറ്റുകൾ നമ്മെ പഠിപ്പിച്ചു. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വെറും ഒരു വെടിനിർത്തലിൽ ഒതുങ്ങാതെ മേഖലയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോകം ശ്വാസം അടക്കിപ്പിടിച്ച ആ രാത്രി കഴിഞ്ഞു. പക്ഷേ ഭീതി പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ഇസ്ലാമാബാദിലെ ആ മേശയ്ക്ക് ചുറ്റും നടക്കാൻ പോകുന്ന ചർച്ചകളിലാണ് ഇനി ലോകത്തിന്റെ കണ്ണ്. യുദ്ധത്തിന് പകരം നയതന്ത്രം വിജയിക്കുന്ന ഒരു പുതിയ പുലരി പശ്ചിമേഷ്യയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.